ഞാൻ വന്നപ്പോ തൊട്ട് ഫ്രണ്ടിൽ ഇരിക്കുന്ന രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരുന്ന് കയ്യടിയുണ്ട്. പാട്ടൊക്കെ കാണുമ്പോഴും ട്രെയിലർ കണ്ടപ്പോഴൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അപ്പം ഈ സിനിമയില് നമുക്ക് രണ്ട് നായകന്മാരാണുള്ളത്. രണ്ടുപേരെയും ഞാൻ നിഷ, റിതി ആൻഡ് വിനയ രണ്ടുപേരെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതുണ്ട് എല്ലാവർക്കും നമസ്കാരം. ആക്ച്വലി എനിക്ക് ഈ സിനിമ ചെയ്തെങ്കിലും എനിക്ക് സിനിമയുടെ ഫുൾ സ്റ്റോറി എനിക്കറിയില്ല. ഇപ്പൊ ട്രെയിലർ കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഭയങ്കര ഇമോഷണലായി പോയി. സുനിലേട്ടനോട് ആദ്യമേ ഞാൻ താങ്ക്സ് പറയണം. ഞാൻ ഇതിന്റെ ഫസ്റ്റ് മൂവിയാണ്. ഇതിനു മുമ്പ് വേറൊരു സിനിമ ചെയ്തിട്ടുണ്ട്, പക്ഷെ റിലീസാവുന്ന ഫസ്റ്റ് മൂവി ഇതാണ്. അപ്പൊ എന്നെ വിശ്വസിച്ച് ഇങ്ങനെ എന്നോട് ആദ്യം ചോദിച്ചൊരു കാര്യം, പക്ഷെ ഇത് കുറച്ചൊരു സ്ട്രോങ് പരിപാടിയാണ്, ചെയ്യാനുള്ള ധൈര്യം ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പൊ സത്യത്തിൽ ഞാൻ അപ്പൊ പേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചു നമ്മൾ ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് കിട്ടാന്ന് പറയുന്നത് ഭയങ്കര ലക്കാണല്ലോ. സോ ഞാൻ ഓക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. അപ്പൊ സുനിലേട്ടന് ഒരുപാട് നന്ദി. പിന്നെ രവിചേട്ടൻ, ചീഫ് അസോസിയേറ്റ് രവി വാസുദേവ്, രവിചേട്ടനാണ് എന്നെ സുനിലേട്ടന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ രവിചേട്ടന് ഒരുപാട് നന്ദി. പിന്നെ അഭിലാഷ് വിഷ്വൽസ് കണ്ട് ശരിക്കും ഭയങ്കര രസമായിട്ടുണ്ട്. ഞങ്ങൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിച്ചത് അഭിലാഷ് ചേട്ടനാണ്, ഒരുപാട് നന്ദി. പിന്നെ ശ്രീജിത്തേട്ടൻ നമ്മുടെ കൂടെ നല്ല ഒരുമിച്ച് കൂടെ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സീൻസ് ശ്രീജിത്തേട്ടന്റെ കൂടെ ആയിരുന്നു. അപ്പോ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്ക് നന്നായി ചെയ്യാൻ പറ്റി. നന്നായി വരുന്നു വിചാരിക്കുന്നു. എല്ലാവരും പ്രാർത്ഥന വേണം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സന്തോഷമുണ്ട് ഇതൊക്കെ ഇങ്ങനെ കാണാൻ കഴിഞ്ഞതില്. ഇതിലേക്ക് ഞാൻ വരാൻ കാരണം ഗിരീഷ് ഏട്ടനാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്. എന്നോട് വിളിച്ചു ചോദിച്ചൊരു കഥാപാത്രം കൊണ്ട് ചെയ്യാൻ പറ്റുമോ, ഒരു 1 ലൈൻ മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ഒടിയൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം മുമ്പ് കേട്ടിട്ടുണ്ട്, കഥകളിലൂടെയും പിന്നെ ഒരു ഷോർട്ട് ഫിലിം, അതാണ് ഒരു ഇൻസ്പിറേഷൻ ആയത്. അങ്ങനെയും കേട്ടു. അപ്പം ഈ ഒരു കഥയോട് ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു കഥാപാത്രം എന്താണെന്ന് ഫുള്ള് പറഞ്ഞിരുന്നില്ല, സീൻസോ ഒന്നും തന്നെ പറഞ്ഞില്ല. ഇതുപോലെ ഒരു ക്യാരക്ടറാണ്, വന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് മാത്രം ചോദിച്ചു. ചെന്നു കോസ്റ്റ്യൂമിന്റെ ഫോട്ടോ ഒക്കെ ഇട്ടെന്ന്, ഇതാണ് കോസ്റ്റ്യൂം ഒക്കെ ആണെന്നൊക്കെ ചോദിച്ചു. അപ്പൊ അതിനുള്ളൊരു ധൈര്യം തന്നത് ശരിക്കും സുനിലേട്ടനാണ്. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് സുനിലേട്ടനായിരുന്നു. നമുക്ക് പറഞ്ഞു തരും, നിങ്ങൾ ഇന്ന ഇത് ചെയ്താൽ മതി എന്ന് മാത്രം പറഞ്ഞത്. സ്റ്റോറി ഇപ്പോഴും ഞങ്ങൾക്ക് അറിയത്തില്ല, ഇപ്പോഴും ഞങ്ങളുടെ സ്റ്റോറി ഫുള്ളായിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളുടെ കഥാപാത്രം ചെയ്യാൻ പറഞ്ഞത് ഞങ്ങൾ ചെയ്തു ഫലിപ്പിച്ചു എന്ന് തന്നെയാണ് വിശ്വാസം. അതുപോലെ തന്നെ രവിചേട്ടന് ഒരുപാട് നന്ദി. രവിചേട്ടൻ്റെ കൂടെ മുമ്പ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ സെറ്റിൽ എത്തുമ്പോഴാണ് രവിചേട്ടനും ഇതില് ഒരു ഭാഗമാണെന്ന് അറിഞ്ഞത്. ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ വന്നു ചേർന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും താങ്ക് യു സോ മച്ച്. എല്ലാവരും പടം വിജയിപ്പിക്കുക, കാണുക. അതുപോലെ തന്നെ ചീഫ് ഗസ്റ്റ് താങ്ക് യു സോ മച്ച്. ശ്രീജിത്തേട്ടനോട് അഭിനയിക്കുന്നതും ഭയങ്കര ഈസി ആയിരുന്നു. എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ക്രൂ മെമ്പേഴ്സ് ഫുൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അഭിലാഷ് ചേട്ടൻ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും പടം എല്ലാവരും കാണുക, ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. സത്യം പറഞ്ഞ ഈ വർക്കിൽ ഗിരീഷേട്ടനെ വിളിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്ത സേതന് ഒരുപാട് നന്ദിയുണ്ട്. ഈ പടം നല്ല വിജയത്തിൽ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് നന്ദി. വളരെ ചുരുങ്ങിയ വാക്കുകൊണ്ട് ആശംസ നടത്തി കഴിഞ്ഞു. കുഴപ്പമില്ല. അടുത്തതായിട്ട് കൺട്രോളർ ഗിരീഷ് കരുവന്തലയെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കയ്യടി ഉണ്ടായിരുന്നു, പക്ഷെ ആൾ ഇതുവരെ സ്റ്റേജിലേക്ക് എത്തിയില്ല. യെസ്, വന്നുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരം. ബാധക വിനോദേട്ടൻ, എല്ലാവർക്കും നല്ല നമസ്കാരം പറയണം. ഇതിലെ കൺട്രോളർ ഷാജി കോഴിക്കോടാണ്. ഞാൻ അവർ കീഴിൽ വർക്ക് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ചെറിയ ബഡ്ജറ്റിൽ ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം.
ബാധയ്ക്കാണ് നമ്മളൊക്കെ മുൻകാര്യം നിൽക്കുന്നത്. അപ്പം എല്ലാവരും സൈര്യത്തെ വളരെ നന്നാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ആശംസകൾ എൻ്റെ ശ്രീക്കും പ്രൊഡ്യൂസറായ നമ്മുടെ ശ്രീഭായി നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. ഞാൻ നേരത്തെ പേര് തെറ്റിച്ച് പറഞ്ഞിരുന്നു. സജന ചേച്ചിയായിരുന്നു പാട്ട് പാടിയത്. ഒത്തിരി സ്നേഹത്തോടെ ചേച്ചിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സജിനയല്ല, പ്രജിനയാണ്. അപ്പൊ പ്രജിന ചേച്ചി സ്വാഗതം. എന്താ പറയാ, സുനിയും ടിജോഷും ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ പാട്ട് പാടാൻ പറ്റില്ല. ഞാൻ അത്രയ്ക്ക് വലിയ ആളൊന്നുമല്ല. അടുക്കളയിൽ എന്താ പറയാ, എന്റെ ഹസ്ബൻഡിന്റെ കുട്ടികളുടെ കാര്യം നോക്കി വീടും ഒക്കെ നോക്കി നടക്കുന്ന ഒരാളാണ്. അതിനെനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന സുനിക്കും ടിജോഷനും ഈ സിനിമയുടെ മറ്റെല്ലാ അണിയറ പ്രവർത്തകർക്കും ഒരുപാട് നന്ദി. ഞാൻ ശരിക്കും പറഞ്ഞ സുനിയുടെ കൂടെ ഒരു 10-20 വർഷമായിട്ടുള്ള ഒരു യാത്രയാണ്. ഞാൻ ആകെപ്പാടെ ചെയ്യാതിരുന്ന 2 വർക്കുകൾ ഒടിയ പുരാണം, ഈ ഒടിയങ്കോട്. ബാക്കി അവന്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം ആൽബം മുതൽ എല്ലാ വർക്കിലും ഞാൻ ഉണ്ടായിരുന്ന കൂടെ. ഞാൻ ഇല്ലാതിരുന്ന 2 വർക്കാണ് ഈ ഒടിയ പുരാണം, ഒടിയങ്കോ. പക്ഷെ ഒടിയ പുരാണം നല്ല രീതിയിൽ യൂട്യൂബിലൊക്കെ നന്നായിട്ട് പോയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതേപോലെ തന്നെ ഈ ഒടിയങ്കോ അടിപൊളിയാവട്ടെ എന്ന് ആശംസിക്കുന്നു. സിനിമ നമ്മുടെ എല്ലാവരുമാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സുധീഷ് ചേട്ടാ. അടുത്തതായിട്ട് ഒരുപാട് സിനിമയിലൂടെ നമുക്ക് ഫെമിലിയർ ആയ ജോളി ചെറിയത്തിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആശംസ അറിയിക്കാൻ വേണ്ടി. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവിടെ വന്നൊരു ആശംസ പറയേണ്ടി വരുന്നു. ഇനി ആദ്യം തന്നെ ഞാനതുപോലെ ഒരു തുടക്കക്കാരിയായിട്ട് തന്നെയാണ് മലയാള സിനിമയിലേക്ക് എൻട്രി ചെയ്തത്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു സ്ട്രെസ്സും അതിൻ്റെ ഒരു പെയിനൊക്കെ മനസ്സിലാവും. പക്ഷെ അതേ സമയം തന്നെ ഒരു ആദ്യമായിട്ട് കഥ എഴുതി, അതായത് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും പുള്ളിക്കാരൻ ആദ്യമായിട്ടാണ് ഒരു ഫീച്ചർ ലെങ്ത് ഫിലിം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി. അപ്പോൾ അതിൻ്റെ പെയിനും അതിൻ്റെ ഒരു എഫേർട്ടൊക്കെ അതിലും ഭീകരമായിരിക്കും. മാത്രമല്ല, അങ്ങനെ ഒരു സിനിമയ്ക്ക് നേരത്തെ ബാധക്ക് പറഞ്ഞതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അത് എടുത്തു പറയുകയാണ്. താങ്ക് യു സോ മച്ച്. ഞാനിവിടെ വരാനുണ്ടായ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒന്നിച്ച് എൻ്റെ മലയാള സിനിമയുടെ തുടക്കം എന്ന് പറഞ്ഞാൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടായിരുന്നു. അന്ന് അതിൽ സെക്കൻഡ് ക്യാമറ ചെയ്തത് ഞങ്ങൾ അഭി എന്ന് വിളിക്കുന്ന അഭിലാഷായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് എന്നോട് പറഞ്ഞ്, ചേച്ചി വരണം, ഞാൻ ആദ്യമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് DOP ആയിട്ട് വരുന്ന ഒരു പടമാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇത്രയും സുഹൃത്തുക്കളെ പിന്നെ പ്രതീക്ഷിച്ചില്ല. വന്നപ്പോഴാണ് പിന്നെ വിവേക് ഇതിൻ്റെ ലിറിസിസ്റ്റാണെന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ കുറേ സുഹൃത്തുക്കൾ വരുന്നുണ്ട്. അപ്പോൾ എനിവേ, നേരത്തെ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരു പടം ഉണ്ടായി വരിക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് അതിൻ്റെ പിന്നിലെ സ്ട്രാറ്റജിയും പെയിനൊക്കെ. അതുകൊണ്ട് തന്നെ ഇത്തരം പടങ്ങൾ ചെറുത് വലുതെന്നുള്ളതില്ല, സിനിമയുള്ളൂ. ചെറുത് വലുതെന്ന് പറയുന്നതിൽ എനിക്ക് ഭയങ്കര വിയോജിപ്പുള്ള ഒരാളാണ്. അത് 5 മിനിറ്റിൻ്റെ ആണെങ്കിലും 5 മണിക്കൂറിൻ്റെ ആണെങ്കിലും ആ സിനിമയെ അങ്ങനെ തന്നെ മനസ്സിലാക്കി അങ്ങനെ തന്നെ ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഈ സിനിമ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമായത് അവിടെ സുനിൽ അവിടെ ഇല്ല. ഈ വിത്ത് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇതിനകത്ത് എനിക്ക് ഇതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ, സാധാരണ വിത്തിനെ നമ്മൾ പുതിയ ഭാവുകത്തിലേക്ക് ആനയിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ വലിയ വിശാലമായ മാനങ്ങളുണ്ട്. അപ്പം ഇതിനകത്ത് അത് എന്താണെന്നുള്ളതാണ്. എനിവേ, പാട്ട് പാടിയ നിങ്ങളും അതിഗംഭീരായിരുന്നു. പാട്ട് എനിക്ക് വളരെ രസമായി. അപ്പോൾ വളരെ രസമായി പാട്ടിടാൻ. അപ്പോൾ എഴുതിയത് വിവേകാണല്ലോ, പേരുണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞു. നിങ്ങൾക്കും വളരെ രസമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഓരോ നിമിഷം ഞങ്ങളെ കുട്ടിക്കാലത്ത് ഞാനൊക്കെ കേട്ട് വളർന്നത് ഈ ഒടിയൻ കഥകൾ കേട്ടിട്ട് വളർന്ന ഒരാളാണ്. മനയും പാടവും പറമ്പൊക്കെ ഉള്ള ഒരു സ്ഥലത്തു നിന്ന് വരുന്നത്. അപ്പം ഈ മിത്തിനെ നിങ്ങൾ എങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നു ഇന്നത്തെ ഈ ആധുനിക കാലത്തേക്ക് എന്ന് അറിയാനുള്ള നല്ല ആകാംക്ഷയുണ്ട്. അപ്പോൾ അതുകൊണ്ടും ഞാൻ എന്തായാലും തിയേറ്ററിൽ പോയി കാണും എന്നൊരു ഉറപ്പ് മാത്രമേ എനിക്കിവിടെ തരാൻ പറ്റുള്ളൂ. എല്ലാവരും ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് താങ്ക് യു. താങ്ക് യു സോ മച്ച് ജോളി ചേച്ചി. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒടിയൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ട് സൃഷ്ടിച്ചെടുക്കുന്ന അത്ര എളുപ്പമല്ല. അപ്പം ഇതിന്റെ ആർട്ട് ഡയറക്ടറായ
ഷെയ്ൻ ചാലക്കുടിയെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഏതാണ്ട് 20-22 വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് ചേർന്ന സൗഹൃദം സുനിൽ. അങ്ങനെ ആദ്യത്തെ പടം എൻ്റെ മഴ ഞാൻ അവിടെ ഐഡിയായിരുന്നു. അതിനുശേഷം ഈ സിനിമയുടെ സംഭവം തുടങ്ങിയപ്പോൾ ഈ പറഞ്ഞ ആർട്ട് ചെയ്താൽ എന്ന് പറഞ്ഞു എന്നെ എനിക്ക് കൊണ്ടുവന്നത്. ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും. എല്ലാവരും ഈ സിനിമ കാണണം. ഒരു ചെറിയ പടമായിട്ട് തുടങ്ങിയിട്ട് ഒരു വലിയ പടമായിട്ട് സിനിമയായിട്ട് മാറുന്നത് എല്ലാവരും കാണണം. താങ്ക്സ്. താങ്ക് യു സോ മച്ച്. അടുത്തായിട്ട് ഈ സിനിമയിൽ 2 വേഷങ്ങൾ ചെയ്തിട്ടുള്ള 2 പേരെയാണ് ഞാൻ സ്വാഗതം ചെയ്യുന്നത്. ശ്രീമൂലനഗരം പൊന്നിനെയും ഗോപിയെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സന്തോഷം കൊണ്ടൊന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പരിചയപ്പെട്ട സുഹൃത്തുക്കളാണ് സുധീഷും സുനിലും ഒക്കെ. ഇവരിൽ നിന്ന് ഇങ്ങനെ ഒരു വലിയ പ്രോജക്റ്റ് ഉണ്ടാകുമെന്നും അതിൽ ഞാനൊരു ഭാഗമാകുമെന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. കാരണം അവർ പടം ചെയ്യില്ല എന്നല്ല വിചാരിച്ചത്. ആ സമയം അങ്ങനെ ഒരു ഇതിലേക്ക് തന്നെ ക്ഷണിക്കും എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അതും എനിക്ക് തന്നത് ഒരു 70-78 വയസ്സുള്ള ഒരാളുടെ ക്യാരക്ടറാണ്. ഒടിയപുരാണം എന്ന് പറഞ്ഞ പടത്തിലും ഈ പടത്തിൽ ഒടിയങ്കത്തിലുള്ള നായകന്റെ തന്നെ അച്ഛനായിട്ടാണ് ഞാൻ അതിൽ അഭിനയിച്ചിട്ടുള്ളത്. ഈ പടത്തിലും അതേ വേഷം തന്നെ. പക്ഷെ കഥയിൽ വ്യത്യാസമുണ്ടെന്ന് പറയുന്നു. സത്യത്തിൽ എനിക്കും അറിയില്ല എൻ്റെ കഥ എന്താണ്. അതാണ് അവസ്ഥ. വിഷയം വിനയൊക്കെ പറഞ്ഞ പോലെ ഈ കഥ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഡബ് ചെയ്തപ്പോൾ പോലും എൻ്റെ പോർഷൻസ് മനസ്സിലാക്കിയെന്നല്ലാതെ എങ്ങോട്ടാണ് ഈ കഥ പോകുന്നതെന്നും ആരെയെല്ലാം എങ്ങോട്ടേക്കൊക്കെയാണ് കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഗോപിയൊക്കെ ഗംഭീരമായിട്ട് വർക്ക് ചെയ്തതിൻ്റെ ചില കഷ്ണങ്ങളൊക്കെ ഞാൻ കണ്ടുവന്നേ. എന്തായാലും എൻ്റെ ഈ സുഹൃത്തുക്കൾക്ക് ഇനി അങ്ങോട്ട് എല്ലാത്തരം നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും ഈ ചിത്രം തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കണം. അത് മാത്രമേ അപേക്ഷയുള്ളൂ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. സുനിലേട്ടൻ ഒരു സിനിമാ സംവിധായകൻ എന്നതിന് ഉപരിയായി എൻ്റെ ഒരു ഗുരുവെന്നോ ഒരു സഹോദരനെന്നോ പറയാവുന്ന ഒരു ബന്ധമാണ് എനിക്ക് സുനിലേട്ടനായിട്ടുള്ളത്. ഈ സിനിമയ്ക്ക് പ്രചോദനമായിട്ടുള്ള ഒടിയപുരാണം എന്നുള്ള ഷോർട്ട് ഫിലിമിൽ ഒരു വേഷം ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നു. ഇവരൊക്കെ പറഞ്ഞ പോലെ ബാക്കിയൊരു കഥ അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഈ സിനിമയുടെ കഥ തുടങ്ങുന്നത് അതിൻ്റെ ഒരു ചിന്ത തുടങ്ങിയപ്പോൾ തൊട്ട് അതിന്റെ കൂടെയുള്ള ഒരാളാണ് ഞാൻ. ഈ സിനിമ ജനങ്ങൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും നന്ദി. നിങ്ങളെല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ വന്ന് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. ഈ സിനിമയിലെ നായികമാർ ഇതുവരെ തീർന്നിട്ടില്ല. അടുത്തൊരു നായികയെ കൂടെ ഞാൻ ഈ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ലെറ്റ് മീ വെൽക്കം സോജ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതിലൊരു ന്യൂ ഫേസ് ആണ്. എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. എനിക്ക് ഇതിലൊരു ചാൻസ് തന്ന സുനിൽ ചേട്ടനും പിന്നെ രവിചേട്ടനും താങ്ക് യു സോ മച്ച്. പിന്നെ ഇത് കഴിഞ്ഞ് എല്ലാവരും ഈ മൂവി കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. താങ്ക് യു സോജ. ആദ്യത്തെ സിനിമ വലിയൊരു വിജയമാവട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. അതിനായിട്ട് സിനിമയുടെ സബ് ടൈറ്റിൽ ചെയ്ത നമ്മുടെ രാജേഷ് ജന ഇവിടെ എത്തിയിട്ടുണ്ട്. രാജേഷ് ചേട്ടനെ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. That was really unexpected. And ശരിക്കും ഈ സിനിമയുടെ ഒരു പ്രധാന അല്ലെങ്കിൽ സിനിമ പ്രേക്ഷകൻ കാണുമ്പോൾ അതിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് സബ് ടൈറ്റിൽസ്. പല സിനിമാ തിയേറ്ററുകളിലും സബ് ടൈറ്റിൽസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടം സബ് ടൈറ്റിൽ ചെയ്യുമ്പോൾ അതിന്റെ ഗാനങ്ങൾ പോയറ്റിക്കായിട്ട് അല്ലെങ്കിൽ ലിറിക്കലായിട്ട് എഴുതുക എന്നുള്ളതാണ്. ഞാൻ ശരിക്കും ആസ്വദിച്ച് എഴുതിയ പാട്ട് എലേലോ, വിവേകിന്റെ പാട്ട്. മറ്റു പാട്ടുകളൊന്നും എല്ലാം ഒരുപോലെ ഒന്നിനൊന്നും മെച്ചപ്പെട്ടത് തന്നെയാണ്. വിഷ്വലി വളരെ എൻഹാൻസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ഒരു സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഏറ്റവും കൂടുതൽ നന്ദി രവി, സുനിൽ, മുതലിയാർ സർ, ശ്രീജിത്ത്. പുതുമ നിറഞ്ഞ ഒരു സിനിമ എന്നതിനപ്പുറം ഈ അഭിനയിച്ച ആളുകളുടെ
ആരും പുതിയ നടന്മാരല്ല എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. സോ ഓൾ ദി ബെസ്റ്റ്. സിനിമ ഒരു ഗംഭീര വിജയമാവട്ടെ. എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ നിത്യപ്രേക്ഷകരിലേക്ക് എത്തുന്നതിന് മുമ്പ് ആദ്യം കണ്ടൊരു പ്രേക്ഷകൻ ഞാൻ. So I know it and I wish from my bottom of my heart all the best. God bless you. താങ്ക് യു സോ മച്ച് രാജേഷ് ചേട്ടാ. അപ്പൊ നമുക്കിനി അടുത്തതായിട്ട് ഒരു പാട്ടും കൂടെ കേൾക്കാം.